ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഖാലിദ് സാഹിബ്, കാൽ നൂറ്റാണ്ട് കാലം എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനും ഇപ്പോൾ എൻ്റെ പ്രിയങ്കരനായ നേതാവും MLA-യും സാധാരണക്കാരുടെ നേതാവ് എന്ന ഖ്യാതിയുള്ള ഉത്തര കേരളത്തിലെ പ്രഗത്ഭനായ മുസ്ലിം ലീഗിൻ്റെ നേതാവ് അബ്ദുൾ റസാഖ് സാഹിബ്, വേദിയിലിരിക്കുന്ന റിയാദ് സെൻട്രൽ കമ്മിറ്റിയുടെ ബഹുമാന്യനായ അധ്യക്ഷനും ചന്ദ്രിക ഡയറക്ടറുമായ കുന്നുമൽ കോയ സാഹിബ്, പ്രിയങ്കരനായ ചന്ദ്രികയുടെ മറ്റൊരു സാരഥി ഷാജി ആലപ്പുഴ, ബഹുമാനപ്പെട്ട റഫീഖ് പാറക്കൽ, ചന്ദ്രികയുടെ മറ്റൊരു പ്രതിനിധി ബഹുമാനായ മുസ്തഫ സാഹിബ്, ഷുഐബ് സാഹിബ്, മജീദ് സാഹിബ്, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ പാലത്തിങ്കൽ ഉസ്മാൻ സാഹിബ്, UP മുസ്തഫ സാഹിബ്, അബ്ദുസലാം സാഹിബ്, അബ്ദുൽ ഹമീദ് സാഹിബ്, കുഞ്ഞി സാഹിബ്, ഇനി വേദിയിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പ്രിയങ്കരായ നേതാക്കന്മാരെ, നല്ലവരായ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാസർഗോഡ് മേഖലയിൽ അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു പ്രാസംഗികനായിരുന്നു ഒരു കാലത്ത് ഞാൻ. ആ ഒരു സ്നേഹബന്ധം അവിടുത്തെ ആളുകളുമായി എനിക്കിപ്പോഴുമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഇവിടുത്തെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അവരുടെ പ്രിയങ്കരനായ നേതാവിനൊരുക്കുന്ന സ്വീകരണത്തിലേക്ക് ഈ ഉള്ളവനെ കൂടി ക്ഷണിച്ചത്. ഞാൻ ഈ സൗദി അറേബ്യയിലേക്ക് വന്നത് നമ്മുടെ പ്രിയപ്പെട്ട പത്രമായ ചന്ദ്രികയുടെ പ്രചാരണ പ്രവർത്തനത്തിനാണ്. തീർച്ചയായും ആ ദൗത്യവുമായി ഞാൻ ഏകദേശം 1.5 മാസത്തിലേറെയായി സൗദി അറേബ്യയിലെ നിങ്ങൾ പോലും ഇതുവരെ ദർശിക്കാത്ത പല സ്ഥലങ്ങളിലും കറങ്ങിയാണ് ഞാനിവിടെ വരുന്നത്. എൻ്റെ ദൗത്യം പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടില്ല. പ്രിയങ്കരനായ ഷാജി ആലപ്പുഴയുടെ ഭാഷ കടമെടുത്ത് ഉപയോഗിച്ചാൽ ഒരു തരിശായ നിലം ഞാൻ ഉഴുതുമറിച്ചിരിക്കുകയാണ്. ഇനി വിത്ത് പാകണം, നട്ടുപിടിപ്പിക്കണം, അവസാനം കൊയ്തെടുക്കണം. തീർച്ചയായും ഞാൻ പോയി വീണ്ടും ശക്തിയായി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. കൂടുതൽ ഗ്രാമങ്ങളിലും പല മേഖലകളിലും പര്യടനം നടത്തി ചന്ദ്രിക സൗദി അറേബ്യയിലെ ഏറ്റവും പ്രചാരമുള്ള ഒരു പത്രമായി മാറ്റിയെടുക്കുന്ന പ്രവർത്തനത്തിൽ ഞാൻ പങ്കാളികളാകും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. അൽഹംദുലില്ലാ, ഇന്ന് ചന്ദ്രിക മോശമൊന്നുമല്ല. അത്യാവശ്യം സൗദി അറേബ്യയിലെ ഏറ്റവും പ്രമുഖമായ ഒരു ഭാഷാ ദിനപത്രത്തിൽ നമ്മൾ പെട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഔദ്യോഗിക അംഗീകാരം കൂടി ലഭിക്കുന്ന മുറക്ക് തീർച്ചയായും ചന്ദ്രികയുടെ സ്ഥാനം ഇവിടെ വലുതായിരിക്കും. പരിശുദ്ധ ഖുർആനും പരിശുദ്ധ ദീനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗും ചന്ദ്രികയും തമ്മിലുള്ള ബന്ധം. ഒന്നില്ലാതെ മറ്റൊന്നില്ല. നിങ്ങൾക്ക് ഈ പാർട്ടിയോടുള്ള സ്നേഹപ്രകടനങ്ങളും നമ്മുടെ പാർട്ടിയുടെ പരമോന്നതരായ നേതാവ് പാണക്കാട് കൊടപ്പനക്കൽ സയ്യിദ് ഹൈദരലി ശഹാബ് തങ്ങളോടുള്ള സ്നേഹവും ആത്മാർത്ഥപരമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ചന്ദ്രിക പത്രത്തെയും കൂടെ സ്നേഹിച്ചേ പറ്റൂ. 1 റിയാലാണ് ചന്ദ്രികൻ്റെ ചെലവ്. ഒരൊറ്റ റിയാൽ. 1 റിയാൽ ഈ സംഘടനയ്ക്ക് വേണ്ടി ചെലവിടാൻ തയ്യാറാവാത്തവൻ അവനെ മുസ്ലിം ലീഗ് പ്രവർത്തകനെന്നോ KMCC പ്രവർത്തകനെന്നോ വിളിക്കാനാവില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആരെങ്കിലും ആ കടമ നിർവഹിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് നിർവഹിക്കണമെന്ന് സ്നേഹമസൃണമായി ഞാൻ ആമുഖമായി നിങ്ങളോട് പറയാം. ഈ വേദിയിൽ ചന്ദ്രികയെക്കുറിച്ചുള്ള പ്രഭാഷണമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും കാസർകോട്ടെ പ്രവർത്തകന്മാർ അനുഗ്രഹീതരാണ്. സാമ്പത്തികമായും ധാർമ്മികമായും ഒക്കെ വളരെ അനുഗ്രഹീതരായൊരു സമൂഹമാണ് നിങ്ങൾ. എൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നേരത്തെ ചന്ദ്രികയുടെ കാര്യത്തിൽ പ്രോത്സാഹനം നൽകിയവരാണ് നിങ്ങൾ. എന്നാൽ കൂടുതൽ ആർജവത്തോടു കൂടി കൂടുതൽ പ്രവർത്തകരെ ഇതിൽ ചേർത്ത് നമ്മുടെ പാർട്ടിയുടെ ശക്തിക്കും വലുപ്പത്തിനും അനുസൃതമായി നമ്മുടെ മുഖപത്രവും ഉയർന്നു നിൽക്കണമെന്ന അഭിമാനബോധം നിങ്ങളിൽ ഉണ്ടാവണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും ഈ സന്തോഷം നിറഞ്ഞ ഈ മുഹൂർത്തത്തിൽ ഒരു പ്രസംഗത്തേക്കാൾ കൂടുതൽ പ്രിയങ്കരനായ MLA-യുടെ
പാട്ടിനാണ് നിങ്ങൾ കാതോർത്തിരിക്കുന്നത് എനിക്കറിയാം. എന്നാലും എനിക്ക് ഇങ്ങനെ ഒരു വിഷയം ഇവിടെ തന്നത് തികച്ചും ആപേക്ഷികമാണ്. പക്ഷേ ആ വിഷയമാണ് ഞാനിവിടെ പ്രസംഗിക്കുന്നത് എന്നത് ഒരറിയിപ്പായി ഇതുവരെ പത്രങ്ങളിലോ നോട്ടീസിലോ ഒന്നുമില്ലാത്തതിനാൽ ആ വിഷയം വേണ്ട എന്ന് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കാസർഗോഡ് ജില്ലാ ഭാരവാഹികളോട് പറയുകയായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും പുതിയ വാർത്ത ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? മാറാടാണ്. ഇന്ന് ടെലിവിഷൻ ചാനലുകൾ അതിൻ്റെ ചർച്ച നടക്കുകയാണ്. ഈ വേദിയിലേക്ക് കയറി വന്നപ്പോൾ പ്രിയങ്കരനായ എൻ്റെ സ്നേഹിതൻ മുസ്തഫ സാഹിബ് എന്നോട് പറയുകയായിരുന്നു, പിണറായി വിജയൻ കമൻ്റ് ചെയ്തിരിക്കുന്നു, മാറാട് വീണ്ടും കലാപമുണ്ടാകും. ഇന്ന് എല്ലാ ചാനലുകളും അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും മാറാട് എന്ന വിഷയം എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന രാഷ്ട്രീയ കോലാഹലങ്ങളിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നതല്ല വിഷയം. ഈ വേദിയിൽ നിന്നും നിങ്ങൾക്കതിൻ്റെ സാരാംശങ്ങൾ പറഞ്ഞു തരാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ച് മാറാട് ഉൾക്കൊള്ളുന്ന ഒരു നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി കൂടിയായ എനിക്കാണ് ആധികാരികമായി ഇത് പറയാനുള്ള അവകാശം. ഈ മാറാട് വിഷയം തൊടുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം പറയാം. മുസ്ലിം ലീഗിൻ്റെ ആരംഭകാലം എടുത്താൽ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ രീതിയിലുള്ള വെല്ലുവിളികൾ ഈ പാർട്ടിയെ വേട്ടയാടിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് രാജ്യം വിഭജിച്ചവർ, വെട്ടിമുറിച്ചവർ എന്ന പേര്. ഒരു കാലഘട്ടം മുഴുവൻ നമ്മളത് കേട്ടു. വിഭജനത്തിന് ഉത്തരവാദികൾ, പാകിസ്ഥാൻ വാദികൾ. അന്ന് അങ്ങനെ നമ്മളെ കൂടുതൽ വിളിച്ചവരാരാ? നമ്മുടെ സമുദായത്തിൻ്റെ അകത്തുള്ളവരാണ് കൂടുതൽ. ദേശീയ മുസ്ലിങ്ങൾ എന്ന പേരിൽ അഹങ്കരിച്ച് നടന്ന ഒരു വർഗമാണ് യഥാർത്ഥത്തിൽ നമ്മളെ അങ്ങനെ പരിഹസിച്ചത്. യഥാർത്ഥത്തിൽ വിഭജനം ആരുണ്ടാക്കി, എന്താണ് അതിൻ്റെ കാര്യകാരണം, അതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യാൻ പറ്റിയ വിഷയമല്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, വിഭജനം എന്ന് പറഞ്ഞത് ഒരു കരാറാണ്. ആ കരാർ ആര് തമ്മിലുണ്ടാക്കിയ കരാറാണ്? സർവേദ്യ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിലുണ്ടാക്കിയ ഒരു കരാറാണ് ഇന്ത്യ വിഭജനം. ആ കരാറിൻ്റെ മധ്യസ്ഥനാരാണ്? ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു. മൗണ്ട് ബാറ്റൻ പ്രഭു എന്ന ഗവർണർ ജനറലുടെ മധ്യസ്ഥതയിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലും തുടർന്നുമുള്ള എല്ലാ പ്രക്ഷോഭത്തിലും പങ്കുവഹിച്ച രണ്ട് ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ അധ്യക്ഷതയിൽ ഒരു കരാറുണ്ടാക്കി. ആ കരാർ പ്രകാരമാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത്. ആ കരാറിൽ ഒപ്പിട്ട ഒരു കക്ഷി മാത്രമാണ് സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗ്, മറ്റൊരു കക്ഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ആ കരാർ നടപ്പിലായപ്പോഴാണ് വിഭജനം എന്ന സംഭവം ഇവിടെ ഉണ്ടായത്. ആ വിഭജനത്തിൻ്റെ ഉത്തരവാദികൾ ആ കരാറിൽ ഒപ്പിട്ട ഇരു കക്ഷികളുമാണ്. ആ കരാറിൽ ഒപ്പിട്ട ഒരു കക്ഷിയുടെ തലയിൽ മാത്രം ആ പാപഭാരം വെക്കുന്നത് ചരിത്രത്തെ വ്യഭിചരിക്കുന്ന തുല്യമാണ്. എക്കാലവും മുസ്ലിം ലീഗിൻ്റെ ഖൈദമില്ലത്തടക്കമുള്ള നേതാക്കളും സിരി സാഹിബിനെ പോലുള്ളതും അത് വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കരാറിൽ മറ്റൊരു കക്ഷി ഒപ്പിട്ടില്ലായിരുന്നുവെങ്കിൽ ആ കരാർ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടില്ലായിരുന്നു. വിഭജനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന് പറയാനുള്ള ന്യായങ്ങളും വ്യാഖ്യാനങ്ങളും ഇതാണെങ്കിൽ, ഇതൊന്നും ചെവിക്കൊള്ളാതെ നീണ്ട 20 വർഷക്കാലം 48 തൊട്ട് 68 വരെ വിഭജനം പറഞ്ഞ് ഈ പാർട്ടി വേട്ടിയാണ്. ഇപ്പോൾ എന്താ സംഭവം? മാറാട് വിഷയമാണ്. മാറാട് വിഷയവും മാറാട് കലാപമുണ്ടാകുമ്പോൾ ചർച്ച ചെയ്യൽ സ്വാഭാവികമാണ്. പക്ഷേ മാറാടിന് പ്രാധാന്യമില്ലാത്ത സമയത്ത് പോലും മുസ്ലിം ലീഗിനെ വെട്ടിലാക്കാൻ മാറാട് എടുത്ത് ഉപയോഗിക്കുന്നു. അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ചുരുക്കത്തിൽ എക്കാലവും ലീഗിനടിക്കാനുള്ള മറ്റൊരു വിഭജനം പോലുള്ള വടിയായി മാറാട് ഉപയോഗിക്കാൻ ലീഗിൻ്റെ ശത്രുക്കൾ തീരുമാനിച്ചിരിക്കുന്നു. ഒരു പക്ഷേ 50 വർഷം കഴിഞ്ഞാലും ഈ മാറാടിൻ്റെ പേരിൽ ഈ സമുദായം ഇനിയും പീഡിപ്പിക്കപ്പെടും എന്നുള്ളൊരു കാര്യം സത്യമാണ്. അതാണ് ക്രൂരവും അതിപൈശാചികവുമായ 3 കൊലപാതകങ്ങളെ തുടർന്ന് CPM കേരളത്തിൽ വിചാരണ ചെയ്യപ്പെടുകയാണ്. ഈ ഘട്ടത്തിലും പിണറായി വിജയൻ മാറാട് എടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു.